കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ രേണു വന്നിട്ട് തനിക്ക് അസുഖമെന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എഴുതാൻ പോലും ഉണ്ടെങ്കിൽ ഇതാണെങ്കിൽ അവരെക്കുറിച്ചുള്ള വീഡിയോസ് മാക്സിമം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടെങ്കിൽ അവരെ പറയുന്നതോ അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിരുന്നു മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ രേണു വന്ന് ഇതാണെങ്കിൽ സോഷ്യൽ മീഡിയ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് വരെ ഡൗട്ട് തോന്നും. ഒരുപാട് പേരുണ്ട് ഇതാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അവർക്കെന്ത് സീരിയസ് ആയിട്ട് അസുഖം ഉണ്ടോ, എന്നിട്ടും എന്തിനാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മെയിനായിട്ടുണ്ടെങ്കിൽ കിച്ചുവിനെതിരെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ടുണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കീമോ ചെയ്തതിന് ശേഷം ഉണ്ടെങ്കിൽ അതിന് ഉപകരണം അല്ലെങ്കിൽ ഇതേണക്ക് ദേഹത്ത് വെച്ചേക്കുന്ന ഡിവൈസ് പോലത്തുള്ളതൊക്കെ തട്ടി പാട്ട് പാടുന്നത്, ഇതേണത്തുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടോ അതോ അഭിനയിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നത്. എന്ന് വെച്ച് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അസുഖം വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കണമെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. സന്തോഷപ്പെട്ടിരിക്കുന്നത് തന്നെയാണ് ശരീരത്തിന് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും രോഗത്തെ മറികടക്കാൻ വേണ്ടി. പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത് കണക്ക് രേണു മെയിനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കിച്ചുവിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതിനൊന്നും ഇപ്പോൾ സമയം കിട്ടാത്ത പോലും ഇല്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു മാനസികാവസ്ഥയെ കാണത്തില്ല. ഒരുപാട് പേര് ഈ അസുഖത്തിലൂടെ കടന്നു പോയവർ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഈ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളതാണ്, പക്ഷേ ഇങ്ങനെയൊന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇത്ര സന്തോഷമായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. എന്തായിരുന്നാലും ഓരോരുത്തരുണ്ടെങ്കിൽ നെഗറ്റീവായുള്ള കാര്യങ്ങളാണ് ഈ രേണുവിനെ കുറിച്ച് ഓരോ ദിവസം ഇതാണൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.